വചനമൊഴി മെയ് 28. വചനഭാഗം എഫേസോസ് 5:1-5, യോഹന്നാന്റെ സുവിശേഷം 15:11-17. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇത് എന്ന് പറയുന്നത് ഈ വചനഭാഗത്തിന് തൊട്ട് മുൻപിലുള്ള കാര്യത്തിലേക്കുള്ള സൂചനയാണ്. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയാണ് തൊട്ട് മുകളിൽ ഈശോ പറയുന്നത്. ഈശോയാകുന്ന മുന്തിരിത്തണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് അവിടത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും. പിതാവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിച്ചെടിയാകുന്ന ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ. ഈശോയുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രതയാണ് ഈ ഉപമയിലൂടെ കാണിക്കുന്നത്. അതിനുശേഷം ഈശോ പറയുകയാണ്, ഈ ഉപമ ഞാൻ പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണതയിൽ എത്തുവാനും വേണ്ടിയാണെന്ന്. ഈശോയുടെ സന്തോഷം നമ്മളിൽ വസിക്കുവാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി ഈശോയുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധമാണ് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിലൂടെ പറഞ്ഞു തരുന്നത്. ഈശോയിൽ നിന്ന് ജീവജലം ശാഖകളിലേക്ക് ഒഴുകി ഈശോ നൽകുന്ന ജീവൻ, ഈശോ നൽകുന്ന സന്തോഷം ഉൾക്കൊള്ളുവാനും അങ്ങനെ നമ്മളുടെ സന്തോഷം പൂർണ്ണതയിൽ അനുഭവിക്കുവാനുമാണ് തിരുവചനം നമ്മോട് പറയുന്നത്. കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് അത് പാലിച്ച് ജീവിക്കുമ്പോഴാണ് സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. ഈശോയുടെ കൽപ്പന ഒന്നേയുള്ളൂ. ഇന്നത്തെ തിരുവചനത്തിൽ 2 പ്രാവശ്യം അവിടെ നിന്ന് പറയുന്നുണ്ട്. ഈശോ അത് 2 പ്രാവശ്യം പറയുന്നുണ്ട്. ആദ്യം പറയുന്നു, എൻ്റെ കൽപ്പന ഇതാകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അവസാനം ഈശോ ആവർത്തിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ നൽകുന്ന സന്തോഷം നമ്മളിൽ വസിക്കുവാൻ, നമ്മളിലുള്ള സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ കർത്താവിൻ്റെ കൽപ്പന പാലിക്കുക. അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. പരസ്പരം സ്നേഹിക്കുവാൻ, എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ. ആ പരസ്പര സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.